ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 1 ആയിട്ട് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് നാളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അതിനൊരു പ്രത്യേകം കൂടി ഉണ്ട്. ഇന്ന് എൻ്റെ ചേച്ചിയുടെ മോൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. എൻ്റെ ഫംഗ്ഷൻ ഉണ്ട് വൈകിട്ട്. അപ്പോൾ എന്തായാലും ഒരു ന്യൂ ഇയർ ആയിട്ട് ജനുവരി 1 ആയിട്ട് അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഗൈസ്, എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, മുടിയുമ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, മുടിയുടെ അത് സ്ട്രക്ചർ മാറിയിട്ടൊക്കെ. പക്ഷെ ഞാൻ മുടിയുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം മുടി വെട്ടിയ പിന്നെ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ മുടി കുറച്ച് അതായത് കോലമുടി വളരുന്നുണ്ട്. പിന്നെ ഞാൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സ്ട്രൈറ്റിങ് ചെയ്യാറുണ്ട്. ഒക്കേഷൻ അനുസരിച്ച് ക്രിംബ് ചെയ്യണമെങ്കിൽ ക്രിംബ് ചെയ്യാം, അല്ലെങ്കിൽ കേളിയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു 3-in-1 പ്രൊഡക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ അഗാരോൻ്റെ 3-in-1 ഹെയർ സ്റ്റൈലർ കേട്ടോ. ഇത് സ്ട്രെയിറ്റൻ ആയിട്ടും ക്രിംബറായിട്ടും കേളറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഓൺ ഓഫ് ബട്ടൺ. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് സ്റ്റൈൽ സെറ്റിംഗ് ബട്ടൺ കേട്ടോ. ഇനി 3 ഡിഫറെൻറ്റ് പാനൽസ് കാണാം. ഇതാണ് കേളിംഗ് പാനൽ, ഇതാണ് ക്രിംപിംഗ് പാനൽ, ആൻഡ് ലാസ്റ്റ് വൺ സ്ട്രെയിറ്റിംഗ് പാനൽ. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന കോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ആംഗിളിൽ നിന്നിട്ട് കംഫർട്ടായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ കണ്ടാക്കിയാലോ. ആദ്യം തന്നെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 2 സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ നിന്നാണ് ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് വരുന്നത്. എൻ്റെ ഹെയറിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിൻ്റെ തുമ്പത്ത് നല്ല കേളായി എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്ട്രെയിറ്റ് ചെയ്ത് നോക്കിയാലോ. ഇത് അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ആവുന്നുണ്ട്. കൂൾ ടിപ്പ് ആയതുകൊണ്ട് തന്നെ ഫിംഗേഴ്സിന് സേഫ് ആണ്. അഥവാ ചൂടെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം. PTC ഹീറ്റ് എലമെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് 200 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് പിടിച്ച് യൂസ് ചെയ്യാൻ എളുപ്പമാട്ടോ. നന്നായി സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെയർ ഒന്ന് ക്രിംപ് ചെയ്ത് നോക്കാം. ഇതിന്റെ പ്ലേറ്റ്സ് കെരാറ്റിൻ ഇൻഫ്യൂസ്ഡ് സെറാമിക് കോട്ടഡ് ആയതുകൊണ്ട് തന്നെ സ്മൂത്തും ഷൈനി ആക്കുന്നു. നമുക്ക് പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാർലറൊന്നും പോവാണ്ട് നമുക്ക് വീട്ടിലിരുന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ക്രിംപ് ചെയ്യാട്ടോ. നന്നായിട്ട് ഹെയർ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രിംപിങ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കേൾ ചെയ്യാം. ഞാൻ എൻ്റെ 3 ലുക്കും കാണിച്ചു കേട്ടോ. സ്ട്രെയിറ്റനിങ്ങും ക്രിംപിങ്ങും കേളിങ്ങും ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. 3ഉം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രൊഡക്റ്റ് ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ എന്തായാലും കണ്ടിന്യൂസ് ആയി കാണും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയും. ഞങ്ങൾ ഡിസംബർ 31 ചേച്ചിയുടെ വീട്ടിലായിരുന്നു കേട്ടോ. ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചിട്ട് അവിടെ തന്നെയായിരുന്നു. കാരണം പിറ്റേ ദിവസം വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ പോകണമെന്നുണ്ട്. അതിന് മുന്നായിട്ട് ഞങ്ങൾ അബിക്കുട്ടിന് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അവിടെ ടീഷർട്ടും ഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ഷർട്ട് ഇട്ടിട്ടാണ് കുട്ടി ഞങ്ങളെ കൂടെ അമ്പലത്തിലേക്ക് വരുന്നത്. അവൻ്റെ ഫേവറേറ്റ് കളറാണ് ഓറഞ്ച്, വൈറ്റ്, അങ്ങനത്തെ ഉള്ളൊരു ക്രീം കളേഴ്സൊക്കെ. കാരണം ഒരു സണ്ണിൻ്റെ ഒരു ഷൈൻ വരാനൊക്കെ വേണ്ടിയിട്ട് ഇത് പറഞ്ഞാണ് മിക്ക ബർത്ത്ഡേക്കും അവന് അങ്ങനത്തെ ഒരു കളറാണ് ചൂസ് ചെയ്യുക. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഞങ്ങൾ എടുത്തെടുത്ത ഷർട്ട് അവൻ ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. മുണ്ടിൻ്റെ കൂടെ ഇട്ടിട്ട് അധികം മുണ്ടെടുക്കില്ല. കാരണം അവൻ പുറത്തൊക്കെ ആയതുകൊണ്ട് തന്നെ മുണ്ടെടുക്കാനും അറിയില്ല. അവിടെ അധികം യൂസ് ഇല്ലല്ലോ. ദുബായിലൊന്നും മുണ്ടെടുത്ത് അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഞങ്ങൾ 4 പേരും പോകണുള്ളൂ കേട്ടോ. ഇനി ചോദിച്ചൊന്നും ഇല്ല. കാരണം ഉണ്ടൊക്കെ ഇപ്പോൾ എണീറ്റിട്ടുള്ളവർക്ക് പാപ്പം കൊടുക്കാനിരിക്കുകയാണ്. നമ്മുടെ അല്ലുക്കുട്ടിനും അതിനെക്കുട്ടും ഫുൾ സെറ്റ് രാവിലെ തന്നെ എണീറ്റ് നല്ല കുട്ടികളായിട്ട് ദോശയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷയമാണ്. അപ്പം നമ്മളിന്ന് ഒരു ന്യൂ ഇയർ ഒരു ആദ്യത്തെ ജനുവരി 1 ആയിട്ട് അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചല്ല അമ്പലത്തിൽ പോകണം എന്നുള്ളൊരിതുണ്ടായിരുന്നു ഇന്നലെ. പിന്നെ മാത്രമല്ല നബിയുടെ ബർത്ത്ഡേ ആട്ടോ. പിറന്നാൾ എപ്പോഴാണെന്നറിയില്ല. പിറന്നാൾ കഴിഞ്ഞടാ. അപ്പം ഞാനും നീതി ചേച്ചിയും അബി മാത്രമേ ഉള്ളൂ. നീ ചേച്ചി ഉണ്ണി പാപ്പ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് ഈ ഒരു ഇയർ തുടങ്ങാണ് ഗൈസ്. അല്ലേ ഹായ് പറഞ്ഞേ. ഹാപ്പി ബർത്ത്ഡേ. ഫംഗ്ഷൻ ഇപ്പോൾ 7 മണിക്കാണ് നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിഷാദനെ കണ്ടു. ചേട്ടൻ പീടികയിൽ പോയിട്ട് വരാണ്. എന്തോ പായസം വയ്ക്കാൻ എന്തോ സംഭവങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെന്താ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് വേണം ഇനി അവിടെ ഡെക്കറേറ്റിംഗ് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനും അത് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടി. അതായത് ഹാപ്പി ബർത്ത്ഡേ എന്തെങ്കിലും തിങ്സൊക്കെ വാങ്ങിച്ച് സെറ്റാക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ന്യൂ ഇയറിന് ആ സ്പീക്കറും LED ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ല. എന്തായാലും ഞങ്ങളുടെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്തേക്കാണ് പാർക്കിങ്ങിൽ കുറച്ചുകൂടി ദൂരെ കൊണ്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ
നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തൃപ്പയാറുള്ളൊരു അമ്പലത്തിലാണ് നമ്മൾ പോയിട്ടുള്ളത് ആവണങ്ങാട്ട്. അപ്പോൾ പിള്ളേരൊക്കെ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്, കാരണം കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അല്ലുക്കുട്ടനാണെങ്കിൽ കാലത്ത് ദോശ അല്ല് കുറച്ച് കഴിച്ചുള്ളൂ, ഐനൂസ് ഒരു 1.5 ദോശയൊക്കെ കഴിച്ചു കേട്ടോ. അതുകൊണ്ട് മൂപ്പർക്ക് ഭയങ്കര ക്ഷീണം വാശിയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയായിരുന്നു മര്യാദയ്ക്ക് ആ ദോശ സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ വാശി പിടിച്ചിട്ടിങ്ങനെ അവശനായവനക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ നമ്മൾ പോണ വാങ്ങിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു, കാരണം അതിന് ആക്റ്റീവാണ്, കാരണം അവന് വയർ നിറച്ചവൻ കഴിച്ചിട്ടുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണ്, വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയവർ ചെറിയവരല്ല വലിയവർ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്കൊരു എന്താ പറയുക തളർച്ച സംഭവങ്ങളൊന്നും തോന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ഡേ തന്നെ പോകും. ഇവനാണെങ്കിൽ അവന് കൊടുക്കുന്ന സമയത്ത് അവനൊന്നും കഴിക്കാൻ പറ്റില്ല, ഇങ്ങനെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത വാശിയൊക്കെ കഴിക്കാത്തതുകൊണ്ട് കാണിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം എന്ത് കൊടുത്താലും അവൻ തിന്നുന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പപ്സും കട്ട്ലേറ്റും ഒക്കെ കഴിച്ചു, ഒരു ജ്യൂസൊക്കെ കുടിച്ചു കുട്ടി. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു തിന്നാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല, അതായത് കഴിക്കാനുള്ള മടി കൊണ്ടാണ്. ഇപ്പം എന്ത് കൊടുത്താലും കഴിക്കുന്നത് എന്താ വിശന്നിട്ട് അല്ലേ. അതെങ്ങനെയാണ് നമ്മൾ പറയില്ല, മറ്റേ തിന്നാ തുണ്ണി വെക്കാത്ത പെരയിലൊക്കെ കിടക്കണത്. അബിക്കുട്ടൻ വീട്ടിൽ വന്നിട്ടാട്ടാ ചോറുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ടാണെന്ന്. എൻ്റെ ബർത്ത്ഡേ ആണ്, പിറന്നാളല്ല. പിന്നെ ഞങ്ങൾ പാത്രം കഴുകാനുള്ള മടി കൊണ്ട് ഞങ്ങൾ ഇലയിൽ കഴിച്ചു എന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ഷീണമായി. രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കില്ലല്ലോ, കാരണം അവിടുന്ന് ജ്യൂസും പപ്സും കട്ട്ലേറ്റും ഒക്കെ കുറച്ച് ദിവസം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ച് ഞാൻ നിഖിൽച്ചാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോഴേക്കും പിന്നെ അയിനുക്കുട്ടന് വിശന്ന് തുടങ്ങി. അപ്പോൾ അതിൻ്റെതായ വാശി കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ കൊടുത്തു. ഇന്നെന്തൊട്ടായിരുന്നു കറിക്ക് എന്തോ ഒരു മീമി വറുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാതിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് രാവിലെയും ഉച്ചയ്ക്കും ഒട്ടും ഫോൺ കൊടുക്കില്ല, രാത്രി കുറച്ച് നേരം ഒന്ന് ഫോൺ കൊടുക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു കൊടുക്കണ നേരത്തെ ഞാൻ ഫുഡ് കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ ഫുള്ളി എന്താ പറയുക നമ്മളത് അവോയ്ഡ് ചെയ്തു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ ഉറങ്ങിയതിന് ശേഷം ഞാൻ താഴത്തേക്ക് വന്നപ്പോൾ നമ്മുടെ അബി PS5 അല്ല എനിക്കത് PS ഗെയിം കളിക്കുന്ന സമയത്തിൻ്റെ പേര് അതന്നെ ആ സംഭവത്തിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ശരിക്കും അവൻ പിടിച്ചിരിക്കുന്ന ആ ഒരു ഇലക്ട്രോണിക് ആ കുന്ത്രണ്ടം ഉണ്ടല്ലോ, അത് അടക്കുന്ന വൈബ്രേറ്റ് ചെയ്യും അത് കളിക്കുമ്പോൾ. സ്പൈഡർമാൻ്റെ എന്തൊരു സ്റ്റോറി പോലെയാട്ടോ അത് നടക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഫൈറ്റും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഞാനിവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എപ്പോഴാണ് ഇതിൽ കളിക്കാൻ പറ്റുക. നമ്മൾ പണ്ട് കമ്പ്യൂട്ടറിലൊക്കെ കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയമണ്ടൊക്കെ കളക്ട് ചെയ്യുന്ന ഗെയിമൊക്കെ നമ്മളിങ്ങനെ കളിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ നല്ല ഭയങ്കര അപ്ഡേറ്റഡായി. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് അടുത്ത പടി കിട്ടി. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ വീർപ്പിച്ച് അതൊക്കെ ഇനി സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ നീതു ചേച്ചിയും അബിയും പിള്ളേരൊക്കെ കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അവിടെ എന്തായിരുന്നു ഞാനിപ്പോൾ ഇതാ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും വല്യമ്മയും മേമയും കൂടിയിട്ട് ചായ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡി ആവാൻ നിൽക്കണം, പിള്ളേരെ റെഡിയാക്കണം. അതൊരു വലിയൊരു ചടങ്ങാണ്. നമുക്ക് റെഡി ആവല് ചിലപ്പോൾ ഒരു കുറച്ച് നേരം കൊണ്ട്, അതായത് ഒരു 1/2 മണിക്കൂറിന് തിരിയിരിക്കും. പക്ഷേ പിള്ളേരെ മൂഡ് നോക്കി അവർക്ക് ഈ ഡ്രസ്സ് പോരാ ആ ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കുറേ സമയം പോട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു വൈറ്റ് ബ്ലാക്ക് അങ്ങനെ ഒരു തീമാട്ടോ. അവൻ്റെ ഡ്രസ്സും എനിക്ക് തോന്നുന്നത് ഫുൾ ബ്ലാക്ക്, അതിൻ്റെ ഒരു മാച്ചായിട്ടാണ് കേക്ക് എടുത്തിട്ടുള്ളത്. അതിന് മാച്ചായിട്ട് തന്നെയാണ് ഇതേ ബലൂൺസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ജിൻ ചേച്ചി മാരകമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഭാരവും ചേച്ചിയുടെ തലയിലാണെന്നുള്ള രീതിയിലാണ്, ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ചേച്ചിയാണെന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഞാനൊട്ടും കുറച്ചില്ല, ഞാനും ചെന്ന് നിന്ന് വെറുതെ അവിടെ ഇവിടെയൊക്കെ ചൂണ്ടിക്കാണിച്ച് നിന്ന്. പ്രത്യേകിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് അങ്ങ് വീർപ്പിച്ചു. നിഖിൽ ചേട്ടൻ തന്നെ കെട്ടി, എത്രയുള്ള കേസ്. അപ്പം ഞങ്ങളിങ്ങനെ അവിടുന്ന് ചെരിവുണ്ട്, ഇതിന് കുറച്ച് വലിയ വിണ്ട് എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം പറയൽ മാത്രമായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം 4:15 എങ്ങാണ്ടായിട്ടുണ്ട്. ഞങ്ങളൊരു 5:30-6 മണിയോട് കൂടിയിട്ട് നമ്മൾ റെഡിയാവാമെന്ന് വിചാരിച്ചു. പിള്ളേരത് ആ ഒരു കേക്ക് കട്ട്, അതായത് ആൾക്കാർ വരുന്നേക്കാളും തൊട്ട് മുന്നായിട്ട് റെഡിയാക്കാമെന്നേ വിചാരിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. അമ്മയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ 2 പിള്ളേരും ഉറങ്ങി, കാരണം ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉറക്കം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ സ്വസ്ഥമായിട്ട് അവിടെ നിർത്തൂല, ആ ഒരു പരിപാടിക്ക് നിർത്തൂല, വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം അമ്മക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് പുതിയ കോഡ് സെറ്റ് ആട്ടോ ടീൻ ചേച്ചി എടുത്തു കൊടുത്തതാണ്. പിന്നെ ഈ കുടിക്കുന്ന ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഞാൻ മുന്നൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, പൈപ്സ് അവിടെ നിന്ന് ആട്ടത്തൊക്കെ വന്നത്. നല്ല ജ്യൂസായിരുന്നു, നല്ല കട്ടിയുള്ള ജ്യൂസായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം ഞങ്ങൾ 3 തരുണി മണികളും ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു. പുറത്ത് പാട്ട് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഒരു വൈബ്രൻസ്. എല്ലാവരും ഒരേ വൈബ് ആയതുകൊണ്ട് നല്ല വൈബ്രൻസാണ്. ഈ വാനിയുടെ ഡ്രസ്സ് കാണാൻ സൂപ്പറാണ്. അതിനേക്കാളും സൂപ്പറായിരുന്നു നമ്മൾ നിഖിൽ ചേട്ടൻ്റെ ഡ്രസ്സ്. നിഖിൽ ചേട്ടൻ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അമ്മ അതേ രീതിയിലുള്ള അഭിനയമാണ് കഴിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതാണ് നമ്മുടെ ബിക്കുട്ടൻ ഫുൾ ബ്ലാക്ക് ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 2 ഫോട്ടോസൊക്കെ എടുത്തു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റ നോക്കിയാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഉടൻ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അമ്മാമ്മമാരൊക്കെ എത്തിയിട്ടുണ്ട്, എല്ലാ റിലേറ്റീവ്സ് എത്തിയിട്ടുണ്ട്. സ്ട്രീം കണ്ടോ, സ്ട്രീമിന് വയ്യാട്ടോ, അപ്പോൾ ഭയങ്കര തളർച്ചയ്ക്കാണ്, അതുകൊണ്ട് മൂപ്പർ അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ കേക്ക് കട്ട് ചെയ്യൽ എന്നൊരു ചടങ്ങിലേക്ക് കിടക്കുകയാണ്. കേക്ക് എടുത്തിട്ട് വരട്ടെ. പിന്നെ ഫുഡിൻ്റെ ആ ഒരു പന്തൽ തൊട്ടപ്പുറത്താണ്, അപ്പുറത്തെ പറമ്പിലാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഒരു സമയം 6:45 തോന്നുന്നുണ്ട്. കറക്റ്റ് ഒരു 7 മണിയോട് കൂടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചേച്ചി അതിൻ്റെ ഇടയിൽ കൂടി ഉണ്ണിക്ക് പാപ്പ കൊടുക്കുകയാണ്. കാരണം അവളെയും വാശി പിടിപ്പിക്കരുതല്ല. ആ സമയത്തൊക്കെ ഇവള് വാശി പിടിച്ച് കരണ്ടിട്ടുണ്ടെങ്കിൽ, പാല് വന്നിട്ട് കരണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനിടയിൽ മാറാൻ നിൽക്കുന്നുണ്ട്, നമ്മളുള്ളൊരു മൂഡ് പോവില്ലേ. അപ്പോൾ അമ്മയുടെ കയ്യിലായിട്ട് അയിനോസ് ഇരിക്കുന്നത് ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ചുണർത്തണ്ട, അവർ കേക്ക് കട്ട് ചെയ്യുന്നത് കണ്ടില്ലെങ്കിൽ സാരമില്ല, കാരണം നമുക്കും കൂടിയും കാണാൻ പറ്റില്ല, അതുകൊണ്ട് അവർ നല്ല രീതിക്ക് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് പേരെ വന്നിട്ടുള്ളൂ, നമ്മളൊരു കുറച്ച് പേർക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ ഒക്കെ ഒന്ന് സെറ്റാക്കി നിർത്തിയതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിലാണ് ജ്യൂസ് കൊണ്ടുവച്ചിട്ടുള്ളത്. ഇത് നൈസായിരുന്നു കേട്ടോ. ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പൈനാപ്പിളും അതേപോലെ മാംഗോ ആയിരുന്നു. കുറേ പേർക്ക് ഗ്രേപ്പ് ഇഷ്ടപ്പെട്ടു, കുറേ പേർക്ക് വാട്ടർമെലൺ ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് മാംഗോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒട്ടും ഷുഗറൊന്നും ആഡ് ചെയ്യാണ്ട് അതേ ആ ഫ്രൂട്ടിൽ എന്താണോ ഷുഗർ ഉള്ളത് ആ ഷുഗർ മാത്രം. അപ്പോൾ ഷീമുവിൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത് നിർബന്ധമല്ല, നമ്മുടെ എത്ര വലിയവരതായാലും ചെറിയവരതായാലും കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു തൊപ്പി വയ്ക്കുന്നതും എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ തൊപ്പി വയ്ക്കുന്നത് നമ്മളൊക്കെ വലിയ പിള്ളേരായില്ലേ, അപ്പോൾ ഈ തൊപ്പിക്ക് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? അറിയില്ല. അങ്ങനെ നല്ലൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ടായി ഇട്ടതിന് ശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നിക്കൊക്കെ കൂടിയിട്ടാണ് എന്തൊക്കെയോ പാട്ടുകളൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ പിന്നെ എന്താ, അപ്പം ഞാൻ ഇവിടെ ചുക്കും മാമനൊക്കെ വന്നിട്ട് അവരോടൊക്കെ നിന്നിട്ട് വർത്തമാനം പറയായിരുന്നു. അങ്ങനത്തെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അവൻ്റെ 13ാമത്തെ 13, അതായത് ടീനേജിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവൻ. അതെന്തായാലും ഐശ്വര്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എടുത്തുതരാൻ വേണ്ടിയിട്ട് ഞാൻ ചുക്കു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാരകമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുക്കു എവിടെ നിന്നിട്ടുണ്ടെങ്കിലും എന്നെ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കേക്ക് കട്ട് ചെയ്യുമ്പോഴേ നമ്മളെ അല്ലുവിൻ്റെ അനുവിൻ്റെയും കാശ്ശേരിയും പാറുൻ്റെ ഒക്കെ പിറന്നാളിന് 1-2 പിറന്നാളിനൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എല്ലാവരോടും വിളിച്ചിട്ടൊക്കെ. 3ാമത്തെ ബർത്ത്ഡേ അവർ നമ്മൾ സാധാ പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തത്. നമ്മളെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. അന്ന് ഞങ്ങൾ ഡാൻസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്നോട് ചുക്കു ചോദിച്ചു, നിങ്ങൾ ഡാൻസ് കളിച്ചിരുന്നില്ല അവരെ പിറന്നാളിന്? അതൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു, ആ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ നല്ല റിഹേഴ്സൽ എടുത്ത്. ശരിയാട്ടോ, ഞങ്ങൾക്ക് അതൊരു ത്വരയായിരുന്നു. എല്ലാവരും ഞങ്ങൾ പറയും, മീൻസ് ഞങ്ങളൊരു സ്റ്റെപ്പ് പോലും തെറ്റിക്കുക, അതൊക്കെ ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോസ്, ഓൾഡ് വീഡിയോസ് അവരെ ബർത്ത്ഡേ എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഒരു കഷ്ണം കേക്കൊക്കെ കൊടുത്തു. എനിക്ക് കേക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതല്ല, മധുരം അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ 2 ചേട്ടത്തിയും അനിയത്തിയും കൂടി ഇരുന്ന് വർത്താനം പറയുകയാണ്. വല്യമ്മയും കൂടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ അച്ഛനും അമ്മയും മഞ്ജും ഏട്ടനും എത്തിയിട്ടുണ്ട്. ഒരു 7:20, 7:30 ആയപ്പോഴാട്ടോ എത്തിയത്. കേക്ക് കട്ട് ചെയ്ത ശേഷമാണ് എത്തിയത്. അപ്പോൾ കാശി എന്നോട് പറയുകയാണ്, മേമേ കാശി ഇത് കാശി വന്നു എന്ന് പറയരുത് കേട്ടോ. എന്നിട്ട് എന്നോട് പറയായിരുന്നു, ന്യൂ ഡിഷ് കണ്ടില്ലേ, എൻ്റെ ന്യൂ ഡിഷ് കണ്ടില്ലേ? ഇത് സിജമ്മ എടുത്തോടത്തെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ കഴിഞ്ഞ പിറന്നാളിന്. കാശി ഇങ്ങനെയാണ്, നമ്മളെ കാണാതിരിക്കാന്ന് വിചാരിക്കുക, എന്നിട്ട് നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാട്ടോ. അതായത് ഭയങ്കരമായിട്ട് പവർ കാണിക്കും. ദേ കാശി വന്നു, ദേ വന്നു മേമേ ഹാ എന്നൊക്കെ പറഞ്ഞിട്ടും. അന്നിപ്പം ഞാൻ ചോദിക്കായിരുന്നു എന്താ ലേറ്റ് ആയതൊക്കെ ചോദിച്ചു. പിന്നെ ആ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു സമയമാവുമല്ലോ. അപ്പോൾ ഈ ഒരു ജ്യൂസ് എല്ലാവരും നല്ല അഭിപ്രായമായിട്ടോ പറഞ്ഞു. ഒന്നാമത് നമ്മൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ ഗൈസ്. കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. മീൻസ് ഞാൻ പുറത്തുനിന്ന് ഷോപ്പിൽ പോയി കുടിക്കുമ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് കിട്ടുന്നല്ലാണ്ട് നമ്മളിങ്ങനെ എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങനെ കുപ്പിലാക്കി തന്നെ കണ്ടിട്ടില്ല. പക്ഷെ നല്ല ജ്യൂസും ആയിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു, സംസാരിച്ചു. ഇനിയിപ്പോൾ എന്താ പുറത്തതേ ഫുഡ് കൊടുത്തു, ഈ ടൈമിൽ ഫുഡ് കൊടുത്ത് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഫുഡിന് മട്ടൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, എൻ്റെ ചിക്കൻ ഫ്രൈ ആയിരുന്നു, പിന്നെ റൈസ്, പിന്നെ എന്തിട്ടായിരുന്നു, പിന്നെ ചപ്പാത്തി, പൊറോട്ട, കോയിൻ പൊറോട്ട, പത്തിരി, അതൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാം. എല്ലാവരും കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. പല പല കഥകൾ, കുത്തിപ്പൊക്ക സംഭവങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസായി, പാട്ടായി. ഡാൻസും പാട്ടും ഇല്ലാത്ത പരിപാടിയില്ല കേട്ടോ. അതിപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഫംഗ്ഷൻ ആവണം തന്നെ ഇല്ല, വേറെ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കളിക്കും. 5 കുറച്ചൊന്നും പഠിക്കും. പക്ഷെ ഞാൻ അവളെങ്ങനെ എന്താ പറയുക പ്രലോഭിപ്പിച്ച് ഞാനൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരട്ടെ, കളിച്ചിരിക്കും. പിന്നെ നമ്മുടെ മക്കളാണെങ്കിൽ പിന്നെ പറയേണ്ടത്, ഇതിപ്പോൾ
ഒന്ന് ഉറങ്ങി എണീറ്റേൻ്റെ ഒരു ഇതായിരുന്നു തോന്നുന്നുണ്ട്. അവർ കളിച്ചില്ല. ഇവന്മാർ 3 പേരും എവിടെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും എന്തിൻ്റെ ഒരു ചെണ്ടമേളം നമ്മൾ റോട്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവർക്കതൊരു ചിലപ്പോൾ നമ്മുടെ കണ്ടിട്ടായിരിക്കും നമ്മൾ ആരുടെ പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ഡാൻസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി കളിക്കും സംഭവങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ അതൊരു എന്താ പറയുക, അത് പിന്നെ ഒരു അടിച്ചു പൊളിയായി, ഒന്നും പറയാനില്ല. വന്നവരും നിന്നവരും കണ്ടവരും ഒക്കെ കളിക്കലായി. ഗൈസ്, ഇതിൻ്റെ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ ഇടാത്തത്. പക്ഷെ ഇതിൻ്റെ ഒറിജിനൽ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇത് ആക്ച്വലി കരോക്കെ അല്ല, ബാക്കിൽ സോങ് വെച്ചിട്ട് ആ ലിറിക്സ് എടുത്ത് പാടുന്നതാണ്. പക്ഷേങ്കിൽ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും വൈബാക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അതൊരു സൂപ്പറായി മാറും. പിന്നെ ഇവരൊരു 3 പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി നിഖിൽ ചേട്ടൻ ഇങ്ങനെ പൊക്കി എടുത്ത് വെക്കുകയായിരുന്നു. സൂപ്പറായി പാടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ നിഖിൽ ചേട്ടൻ ആർക്കെങ്കിലും മൈക്ക് കൊടുക്കാതെയായി. പിന്നെ അതിനേക്കാളും നന്നായി പാടും എൻ്റെ പിങ്ക് ഡ്രസ്സ് ഇട്ട ചേച്ചിയുടെ മൂത്ത ചേച്ചി, പിന്നെ അതിൻ്റെ താഴെയുള്ള വൈറ്റ് ഡ്രസ്സ് ഇട്ട ചേച്ചി പിന്നെ സപ്പോർട്ടിങ് സിസ്റ്റാണ്. എങ്ങനെ പാടിയാ എന്ത് കാണിച്ചാലും സൂപ്പറായിട്ടില്ലെന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചു. ഇപ്പം അഞ്ചൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങി. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും ഇവർ പാട്ട് നിർത്തുന്നു തോന്നണില്ല. പിന്നെ ഡ്യുവറ്റായി, പിന്നെ പഴയ പാട്ടുകൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാടലായി. ഇതിപ്പോൾ എന്താ മറ്റേ എന്തേ ഇന്നും വന്നില്ല അതാന്ന് തോന്നുന്നുണ്ട് പാടിക്കൊണ്ടേ ഇരിക്കുന്നത്. അതായത് പാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ, അതായത് പ്രൊഫഷണൽ സിംഗേഴ്സ് പോലും തോറ്റു പോകുമെന്നുള്ള രീതിയിലാണ് അവർ പാടുക. അതാ ഞങ്ങൾ പറഞ്ഞിരിക്കേട്ടാ. വിഷ്ണു പറയാ അരേ ക്യാ ബാത്. ഇങ്ങനെ പാടുമ്പോ നമ്മൾ കളിയാക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ലവരും എന്ത് ചിന്തിക്കുന്നുണ്ടോ അതൊന്നും ഒരു പ്രശ്നമില്ല. അവരങ്ങനെ എൻജോയ് ചെയ്ത് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവരതൊന്നും നെവർ മൈൻഡ് ചെയ്യാതെ എൻജോയ് ചെയ്ത്. എന്നാലും അടിച്ച് പൊളിച്ചൊരു ഡേ തന്നെയായിരുന്നു ഞങ്ങൾക്കത്.